സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. റെഡിയാണോ? Yes, ma'am. ഇലക്ട്രോൺസ്, ഫോട്ടോൺസ് ആൻഡ് എക്സ്റേസ്. നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ പഠിക്കത്തില്ലേ പ്ലസ് 2-ല്? ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഇലക്ട്രോൺസ്. ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇലക്ട്രോൺസ്, ഫോട്ടോൺസ് ആൻഡ് എക്സ്റേസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. നോക്കൂ മക്കളെ, ആദ്യം നമുക്ക് കാഥോഡ് റേസ് എന്താണെന്നാണ് അറിയേണ്ടത്. ഓക്കെ, cathode rays are the stream of fast moving electrons. These rays are produced in a discharge tube at a pressure below 0.1 mm of mercury. ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ്, അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് റേസിനെയാണ് നമ്മൾ എന്ത് പറയാ? കാഥോഡ് റേസ് എന്ന് പറയുന്നത്. ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസിന്റെ ഒരു സ്ട്രീമാണ് കാഥോഡ് റേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പ്രഷർ എത്രയായിരിക്കും? 0.1 mm താഴെ ആയിരിക്കും. 0.1 mm Hg താഴെ ആയിരിക്കും പ്രഷർ, ഡിസ്ചാർജ് ട്യൂബിലെ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കാം. കാഥോഡ് റേസ് ആർ നോട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേസ്. ഇലക്ട്രോമാഗ്നറ്റിക് റേസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാ? എക്സ് റേസ്, ഗാമ റേസ്, കോസ്മിക് റേസ്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, വിസിബിൾ റേസ്, ഇതൊക്കെ എന്ന് പറയുന്ന റേഡിയോവേഴ്സ്, മൈക്രോവേഴ്സ്, ഇതൊക്കെ എന്ന് പറയുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒന്നല്ല കാഥോഡ് റേസ് എന്ന് പറയുന്നത്. കാഥോഡ് റേസ് ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഡിഫ്ലക്ട് ചെയ്യുന്ന റേസ് ആണ് കാഥോഡ് റേസ് എന്ന് പറയുന്നത്. ഓക്കെ, കാഥോഡ് റേസ് പ്രൊഡ്യൂസ് ഹീറ്റ് ഇൻ മെറ്റൽസ് വെൻ ദേ ഫോൾ ഓൺ ദം. അതായത് ഒരു മെറ്റലിലേക്ക് കാഥോഡ് റേസ് എന്ന് തട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. കാഥോഡ് റേസ് ക്യാൻ പാസ് ത്രൂ തിൻ അലൂമിനിയം ഓർ ഗോൾഡ് ഫോയിൽസ് വിതൗട്ട് പഞ്ചറിംഗ് ദം. കാഥോഡ് റേസ് ക്യാൻ പാസ് ത്രൂ തിൻ അലൂമിനിയം ഓർ ഗോൾഡ് ഫോയിൽസ് വിതൗട്ട് പഞ്ചറിംഗ് ദം. കാഥോഡ് റേസിന് എന്ത് ചെയ്യാൻ പറ്റും? അലൂമിനിയം ഫോയിൽസിലൂടെയും ഗോൾഡ് ഫോയിൽസിലൂടെയൊക്കെ കടന്നു പോകാൻ കഴിയും. കാഥോഡ് റേസ് ക്യാൻ പ്രൊഡ്യൂസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ഒരു സബ്സ്റ്റൻസിൽ ഉണ്ടാക്കാൻ കാഥോഡ് റേസിന് സാധിക്കും. കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ഹൈ വെലോസിറ്റി മൊമെന്റം ആൻഡ് എനർജി. സ്ട്രെയിറ്റ് ലൈനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഹൈ വെലോസിറ്റിയിലായിരിക്കും, ഹൈ മൊമെന്റം ആണ്, ഹൈ എനർജിയിലാണ്. ആൻഡ് കാസ്റ്റ് ഷാഡോ ഓഫ് ഓബ്ജെക്ട്സ് പ്ലേസ്ഡ് ഓൺ ദെയർ പാത്ത്. ഇത് എന്താണ്? അതിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഓബ്ജക്റ്റിന്റെ ഷാഡോയും പ്രൊഡ്യൂസ് ചെയ്യും. On striking the target of high atomic weight and high melting point, they produce X-rays. ഹൈ അറ്റോമിക് വെയിറ്റ് ഉള്ള വസ്തുവിലേക്കാണ് ഇത് ചെന്ന് തട്ടുന്നതെങ്കിൽ, ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ അറ്റോമിക് വെയിറ്റും ഉള്ള വസ്തുവിലേക്ക് ചെന്ന് തട്ടി കഴിഞ്ഞാൽ അവിടെ നിന്നും എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. കാഥോഡ് റേ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ നിന്നും എക്സ്റേസ് റിലീസ് ചെയ്യും. Cathode rays produce fluorescence and phosphorence in certain substance and hence affect photographic plate. ഫ്ലോറസെൻസും ഫോസ്ഫോറസെൻസും പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തിന് കഴിയുന്നുണ്ട്? കാഥോഡ് റേസിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ചേഞ്ച് വരുത്താനും കാഥോഡ് റേസിന് സാധിക്കും. When any charged particle move in a field where magnetic and electric field are present without any deviation, then നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആവും. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു പാർട്ടിക്കിൾ ഒരു ഡീവിയേഷനും കൂടാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ്. മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം BQV അല്ലെ? ലോറൻസ് ഫോഴ്സ് നമ്മൾ പഠിച്ചതല്ലേ? F is equal to PQV sin theta അല്ലെങ്കിൽ F is equal to BQV. ഇവിടെ ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താവും? ഇക്വേഷൻ BeV എന്നാവും. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം F is equal to QE ആണ് അല്ലെ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F is equal to QE ആണ്. ഇപ്പൊ ഇവിടെ ഇലക്ട്രോൺ ആകുമ്പോൾ Q into E, E into E. ഇത് രണ്ടുകൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും? BeV is equal to E into E എന്നാക്കാം. ഓക്കെ, ഇയും വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ V is equal to എന്ത് കിട്ടും? E by B എന്ന് കിട്ടും. ഓക്കെ, the specific charge of cathode rays means the ratio of charge and mass.
ഓക്കെ, കാഥോഡ് റേസിന്റെ സ്പെസിഫിക് ചാർജ് എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് ചാർജ് ടു മാസ് റേഷ്യോ നമ്മൾ പറയത്തില്ലേ, ചാർജ് ടു മാസ് റേഷ്യോ E/m. E/m. E/m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ചാർജ് ഓഫ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ ചാർജ് ടു മാസ് റേഷ്യോ. അതിന്റെ ഇക്വേഷൻ എന്താണ്? E/m ഈസ് ഈക്വൽ ടു E²/2V ഇൻറ്റു B². E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. B എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. V ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വാല്യൂ ഓഫ് സ്പെസിഫിക് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ 1.75 ഇൻറ്റു 10⁻11 കൂളം പെർ കിലോഗ്രാം. പിന്നെ എന്താണ്? മില്ലിക്കൻ മെഷേർഡ് ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് മെഷർ ചെയ്തത് മില്ലിക്കൻ ആണ്. അദ്ദേഹം ഏത് എക്സ്പെരിമെന്റിലൂടെയാണ്? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. The charge of the electron as determined by Millikan was found to be 1.602 into 10 raised to minus 19 coulomb. 1.6 into 10 raised to minus 19 coulomb ആണ് എന്ത്? ഇലക്ട്രോണിന്റെ ചാർജ്. പോസിറ്റീവ് റേസ് ആർ ഡിസ്കവേർഡ് ബൈ ഗോഡ്സ്റ്റീൻ. Positive rays are moving positive ions of gas filled in discharge tube. The mass of these particles is nearly equal to mass of the atom of gas. പോസിറ്റീവ് റേസിനെ കണ്ടെത്തിയത് ആരാണ്? ഗോഡ്സ്റ്റീൻ ആണ്. അതായത് എന്താണ്? ഒരു ഗ്യാസിലെ പോസിറ്റീവ് അയോൺസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ പോസിറ്റീവ് റേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് കൺസിസ്റ്റിംഗ് ഓഫ് ഫാസ്റ്റ് മൂവിംഗ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇതിൽ എന്താണ്? ഫാസ്റ്റ് മൂവിംഗ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. പിന്നെയോ ഇത് എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജ് ഉള്ള പോസിറ്റീവ് റേസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡിലും ഡിഫ്ലക്ട് ചെയ്യും. ദീസ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഇത് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ദ സ്പീഡ് ഓഫ് ദ പോസിറ്റീവ് റേസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് കാഥോഡ് റേസ്. പോസിറ്റീവ് റേസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് കാഥോഡ് റേസിന്റെ സ്പീഡിനേക്കാൾ കുറവായിരിക്കും. ദീസ് റേസ് ക്യാൻ പ്രൊഡ്യൂസ് ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ്. ഈ റേസിന് ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, positive rays were discovered by Goldstein. Positive rays are moving positive ions of gas filled in a discharge tubes and repeat വന്നിരിക്കുക കേട്ടോ. നോക്കിയ മക്കളെ, ഇലക്ട്രോൺ എമിഷൻ. ഇറ്റ് ഈസ് എ ഫിനോമിനോൺ ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് എ മെറ്റൽ. അതായത് ദ ഇലക്ട്രോൺ എമിഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ദ ഫോളോയിങ് പ്രോസസ്. ഒരു മെറ്റലിന്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന ഫിനോമിനോണിനെയാണ് നമ്മൾ ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണ് പറയുന്നത്. ഇത് ഏതൊക്കെ തരത്തിലാവാം? തെർമിയോണിക് എമിഷൻ ആവാം, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആവാം, ഫീൽഡ് എമിഷൻ ആവാം, സെക്കൻഡറി എമിഷൻ ആവാം. ഇത് എങ്ങനെയാ? ഇതിൽ ഏതെങ്കിലും ഒരു ഫിനോമിനോൺ വഴി എന്ത് ചെയ്യാം? മെറ്റൽസിലേക്ക് വന്ന് ഏതെങ്കിലും ഒരു റേസ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഇപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈറ്റ് വന്നൊരു മെറ്റൽ തട്ടുമ്പോഴേക്കും അതിൽ നിന്നും ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി, അതായത് ഒരു എന്താ പറയുന്നത്, ഒരു മിനിമം ഫ്രീക്വൻസി ഉള്ള ഫോട്ടോൺസ് വന്ന് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു മെറ്റലിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കൊണ്ടോ തെർമിയോണിക് എമിഷൻ കൊണ്ടോ ഫീൽഡ് എമിഷൻ കൊണ്ടോ സെക്കൻഡറി എമിഷൻ കൊണ്ടോ ഇതിലെ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാം. ഇനി എന്താണ് മക്കളെ ഫോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ഫോട്ടോൺസ് ആർ ദ പാക്കറ്റ് ഓഫ് എനർജി എമിറ്റഡ് ബൈ ദ സോഴ്സ് ഓഫ് റേഡിയേഷൻ. Photons are the packets of energy emitted by the source of radiation. The energy of each photon is equal to E is equal to h nu. E is equal to h nu. അതായത് ഫോട്ടോൺസ് പറഞ്ഞാൽ എനർജി പാക്കറ്റ്സ് ആണ്. എനർജി പാക്കറ്റുകളാണ് നമ്മൾ പറയുന്നുണ്ട്. ലൈറ്റിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? എനർജി പാക്കറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഈ എനർജി പാക്കറ്റിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് വിളിക്കുക. അതിന്റെ എനർജി എത്രയാണ്? E is equal to h nu. കേട്ടോ, h is the Planck's constant and nu is the frequency of radiation. The dimension of Planck's constant is equal to എത്രയാ? ml² t raised to minus 1 and SI unit is joule second. The rest mass of photon is 0. ഫോട്ടോന്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. Okay, the moment of a photon is given by P is equal to h nu by c or h by lambda. ഇനി ഇതിന്റെ കൈനറ്റിക് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? m is equal to h nu by c square.
റെസ്റ്റ് ഇരിക്കുമ്പോൾ ഉള്ള മാസ് 0 ആണ്. പക്ഷേ കൈനറ്റിക് മാസ് എന്ന് പറയുന്നത് m is equal to h/c² or h/c λ. c എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ വാക്വം ആണ്. ലാംഡ ഇസ് ദ വേവ്ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ. Then photons are electrically neutral. Photons എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ളതോ നെഗറ്റീവ് ചാർജ് ഉള്ളതോ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ല. Photons are electrically neutral. A body can absorb or radiate energy in whose number multiples of quantum h nu 2h nu, അതായത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഫോട്ടോൺ ആയിട്ടാണ് ഇത് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എച്ച് ന്യൂവിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും. എച്ച് ന്യൂ 2h ന്യൂ 3h ന്യൂ NH ന്യൂ ഇങ്ങനെ പോകും. മനസ്സിലായോ? ഇത് കോണ്ടൈസ്ഡ് ആണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കണ്ടിന്യൂസ് അല്ല, കോണ്ടൈസ്ഡ് ആണ്. ഓക്കെ, ഇനി എന്താണ് മക്കളെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫിനോമിനോൺ ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ റേഡിയേഷൻസ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസീസ് ഇൻസിഡന്റ് ഓൺ ഇറ്റ്. അല്ലെ, ഒരു സ്യൂട്ടബിൾ ഒരു മിനിമം ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് റേ വന്നൊരു മെറ്റലിന്റെ സർഫസിലേക്ക് വന്ന് തട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന ഫിനോമിനോണിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഓക്കെ, ടേംസ് റിലേറ്റഡ് ടു ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അത് വർക്ക് ഫംഗ്ഷൻ. The minimum amount of energy required to eject one electron from a metal surface is called its work function. അതായത് എന്താണ്, മെറ്റൽ സർഫസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യാൻ ആവശ്യമായ മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണെന്ത്, വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ml² T⁻⁻² ആണ്. യൂണിറ്റ് ജൂൾ ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി. Threshold frequency. The minimum frequency of light which can eject photoelectron from metal surface is called the threshold frequency of that metal. Okay. അതായത് എന്താണ് ഞാൻ മുമ്പേ പറഞ്ഞു അല്ലെ, മിനിമം ഫ്രീക്വൻസി വേണം. ഇതിനെ ഒരു ഫോട്ടോ ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യാൻ ആവശ്യമായ മിനിമം ഫ്രീക്വൻസി, ലൈറ്റിന്റെ മിനിമം ഫ്രീക്വൻസിയാണ് നമ്മൾ എന്ത് വിളിക്കുക, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. മിനിമം എനർജി വർക്ക് ഫംഗ്ഷൻ എന്നും മിനിമം ഫ്രീക്വൻസിയെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നും വിളിക്കും. ഡയമെൻഷൻ T⁻⁻1 യൂണിറ്റ് ഈസ് ഹെർട്സ്. ഇനി threshold wavelength. The maximum wavelength of light which can eject photoelectron from a metal surface is called threshold wavelength of that metal. അപ്പം എന്താണ് ത്രെഷോൾഡ് വേവ്ലെങ്ത് എന്ന് പറയുമ്പോൾ മിനിമം മാക്സിമം വേവ്ലെങ്ത് ആണ്. മാക്സിമം അതായത് ഫ്രീക്വൻസി മിനിമം ആയിരിക്കുമ്പോൾ മാക്സിമം വേവ്ലെങ്ത് ആയിരിക്കും അല്ലേ. ഫ്രീക്വൻസി മിനിമം ആണെങ്കിൽ അവിടെ മാക്സിമം വേവ്ലെങ്ത് ആയിരിക്കും. അപ്പൊ ആ മാക്സിമം വേവ്ലെങ്ത് ഓഫ് ലൈറ്റ് ദാറ്റ് ക്യാൻ ബി ഇജക്ട് ദ ഫോട്ടോ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ് ഇസ് കാൾഡ് ത്രെഷോൾഡ് വേവ്ലെങ്ത്. ഇനി വർക്ക് ഫംഗ്ഷനും ത്രെഷോൾഡ് ഫ്രീക്വൻസിയും ത്രെഷോൾഡ് വേവ്ലെങ്തും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് phi is equal to h nu 0 or hc by lambda maximum. Okay. Laws of photoelectric effect. For a given metal and frequency of incident light, the photoelectric current, the rate of emission of photoelectrons is directly proportional to intensity of incident light. എന്താ പറഞ്ഞേക്കുന്നത്, ദ റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കണ്ടോ ഗ്രാഫ് ഉണ്ടോ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. For a given material, there is a certain minimum frequency called threshold frequency, below which no emission of photoelectrons takes place. About threshold frequency, the maximum kinetic energy of photoelectrons depends upon the frequency of incident light. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കണമെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി വേണം. അങ്ങനെയാണെങ്കിൽ ഒരു മാക്സിമം ഈ അബൌട്ട് ത്രെഷോൾഡ് ഫ്രീക്വൻസി ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഡിപെൻഡ്സ് അപ്പോൺ ദ ഫ്രീക്വൻസി ഓഫ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി കിട്ടിയാലും പോരാ, അത് കഴിയുമ്പോഴേക്കും പിന്നെ അതിനെ എഫക്ട് ചെയ്യുന്ന എന്താണ്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് എമിഷനും കൂടും. ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ആൻ ഇൻസ്റ്റന്റീനിയസ് പ്രോസസ്. അതൊരു ഇൻസ്റ്റന്റീനിയസ് പ്രോസസ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു ഇൻസ്റ്റന്റീനിയസ് പ്രോസസ് ആണ്. ഓക്കെ, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്താണ് മക്കളെ, ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് EK is equal to h nu by വർക്ക് ഫംഗ്ഷൻ phi കേട്ടോ, h nu by phi. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം,
is equal to h nu minus h nu 0, which is equal to h into nu minus nu 0 എന്ന് എഴുതാം. മനസ്സിലായോ? Nu is the frequency of incident light and nu 0 is the threshold frequency. Clear ആണേ? നോക്കൂ മക്കളെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. Stopping potential. The minimum negative potential given to anode plate at which the photoelectric current becomes zero is called stopping potential. The maximum kinetic energy of the photoelectrons. അതായത് എന്താണ്? The minimum negative potential given to anode plate at which the photoelectric current becomes zero. Photoelectric currents സീറോ ആകാൻ വേണമെങ്കിൽ സീറോ ആകാൻ വേണ്ടി ഫോട്ടോഇലക്ട്രിക് കറന്റ് ഉണ്ടാവരുത്. ഫോട്ടോഇലക്ട്രിക് കറന്റ് സീറോ ആകാൻ വേണ്ടി ആനോഡ് പ്ലേറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അവിടുത്തെ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു വി മാക്സിമം ആയിരിക്കും. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു വി സ്ക്വയർ മാക്സിമം ആയിരിക്കും. അതായത് ഈ പി സീറോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ ക്യൂബ് ടി റേസ് ടു മൈനസ് 3 എ റേസ് ടു മൈനസ് 1. ഇറ്റ് ഈസ് യൂണിറ്റ് ഈസ് വോൾട്ട്. മാറ്റർ വേവ്സ് ഓർ ഡെബ്രോയ് വേവ്സ്. ഡിബ്രോഗ്ലി എന്നോ ഡെബ്രോയ് എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കേട്ടോ. നമ്മൾ ഡിബ്രോഗ്ലി എന്നായിരിക്കും പഠിച്ചു വെച്ചേക്കുന്നത്. മാറ്റർ വേവ്സ് ഓർ ഡെബ്രോയ് വേവ്സ്. എന്താണ്? ദ വേവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എവരി മൂവിംഗ് പാർട്ടിക്കിൾ കാൾഡ് മാറ്റർ ഓർ ഡെബ്രോയ് വേവ്. അതായത് നമുക്കറിയാം ഏതൊരു മാറ്ററിന്റെ കൂടെയും ഒരു വേവ് കൂടി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാറ്റർ വേവ് അല്ലെങ്കിൽ ഡെബ്രോയ് വേവ് അല്ലെങ്കിൽ ഡിബ്രോഗ്ലീസ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിബ്രോഗ്ലിസ് വേവ്ലെങ്ത് എന്താണ്? ഇഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m is moving with a velocity v, then the wavelength of de Broglie wave associated with it is given by lambda is equal to h by p or h by mv. de Broglie's wavelength lambda is equal to h by mv ആണ്. de Broglie's wavelength of an electron is given by lambda is equal to h by mv, which is equal to h by root of 2m ev. ഓക്കെ, വാല്യൂ എന്ന് പറയുന്നത് 12.27 ബൈ റൂട്ട് പി. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഇലക്ട്രോൺ, ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ചാർജ്, പി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. Davidson and German proves the existence of de Broglie's waves associated with an electron in motion. Okay. അടുത്തെന്ന് പറഞ്ഞാൽ എക്സ്റേസ് ആണ്. എക്സ്റേസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വെൻ കാഥോഡ് റേസ് സ്ട്രൈക്ക് ഓൺ എ ഹെവി മെറ്റൽ ഓഫ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, then a very small fraction of its energy converts into a new type of waves called എക്സ്റേസ്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു, കാഥോഡ് റേ ഒരു ഹെവി മെറ്റലിലേക്ക് വന്ന് തട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ? അപ്പം അങ്ങനെ ഒരു ചെറിയ പാർട്ട് എക്സ്റേസ്, അവിടെ ഒരു പുതിയ റേ അവിടെ ഉണ്ടാവും. ആ റേ ആണ് നമ്മൾ എക്സ്റേ എന്ന് പറയുന്നത്. കാഥോഡ് റേസ് പറഞ്ഞപ്പോഴും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എക്സ്റേയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? എക്സ്റേ ഡിസ്കവർ ചെയ്തത് റോഞ്ചൻ ആണ്. എക്സ്റേസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്നതാണ് എക്സ്റേസ്. വേവ് ലെന്ത് 0.1 ആംസ്ട്രോങ് ടു 100 ആംസ്ട്രോങ്ങിനിടയിലായിരിക്കും. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10⁻16 ഹെർട്സ് ടു 10⁻18 ഹെർട്സിനകത്തായിരിക്കും. ഓക്കെ, ഇനി സോഫ്റ്റ് റേസ് ഹാവ് ഗ്രേറ്റർ വേവ് ലെങ്ത് ആൻഡ് ലോവർ ഫ്രീക്വൻസി. സോഫ്റ്റ് റേസിന് എന്തായിരിക്കും? ഗ്രേറ്റർ വേവ് ലെങ്തും ലോവർ ഫ്രീക്വൻസി ആണ്. ഹാർഡ് എക്സ്റേസ് ആണെങ്കിൽ ലോവർ വേവ് ലെങ്തും ഹയർ ഫ്രീക്വൻസി. അതായത് ഗ്രേറ്റർ വേവ് ലെങ്തും ലോവർ ഫ്രീക്വൻസിയുള്ള എക്സ്റേസിനെ നമ്മൾ സോഫ്റ്റ് എക്സ്റേസ് എന്നും, ലോവർ വേവ് ലെങ്തും ഹയർ ഫ്രീക്വൻസിയുള്ള എക്സ്റേസിനെ ഹാർഡ് എക്സ്റേസ് എന്നും പറയും. ഓക്കെ, എക്സ്റേസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ കൂളിഡ്ജ് ട്യൂബിലൂടെയാണ് നമുക്ക് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Molybdenum and tungsten provide suitable targets. These elements have large atomic number and high melting point of the purpose.
മോളിബ്ഡിനവും ടങ്സ്റ്റനും ഒക്കെയാണ് നമ്മൾ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ അറ്റോമിക് നമ്പർ വലുതാണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റും ആണ്. അതുകൊണ്ടാണ് മോളിബ്ഡിനത്തിനെയും ടങ്സ്റ്റനെയൊക്കെ നമ്മൾ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. The intensity of X-rays depend on heating voltage or filament current. ഹീറ്റിംഗ് വോൾട്ടേജിന് ഫിലമെന്റ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എക്സ്റേസിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നോക്ക്. The kinetic energy of X-rays photons depends upon voltage applied across the ends of the Coolidge tube. കൈനറ്റിക് എനർജി ഓഫ് എക്സ്റേസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, എക്സ്റേ ഫോട്ടോൺസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, എനർജി ഓഫ് എക്സ്റേ ഫോട്ടോൺ ഈസ് ഗിവൺ ബൈ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഓർ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. If total energy of fast moving electrons transfer to X-ray photon, then its energy EV is equal to hc by lambda or h nu. എനർജി എന്ന് പറയുന്നത്, എനർജി ഓഫ് എക്സ്റേ ഫോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? EV അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ ഓർ ഈസ് ഈക്വൽ ടു hc by lambda. എമിറ്റഡ് എക്സ്റേയുടെ വേവ് ലെന്ത് എന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു hc by E ഇൻറ്റു V ആയിരിക്കും. ഓക്കെ, E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ചാർജ്, P എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, C ഇസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആൻഡ് H ഇസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. Absorption of X-rays equation, I is equal to I0 into e raised to minus mu x. Mu എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആണ്. I0 എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് എക്സ്റേസ്, I എന്ന് പറയുന്നത് ഫൈനൽ ഇന്റൻസിറ്റി ഓഫ് എമർജന്റ് എക്സ്റേസ് ആണ്. ഓക്കെ, X എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദ മെറ്റീരിയൽ ആണ്. ഓക്കെ, നോക്കിയേ മക്കളെ, ഡിഫ്രാക്ഷൻ ഓഫ് എക്സ്റേസ്. X-rays can be diffracted by crystals called crystals following Bragg's law. Bragg's law പ്രകാരം, അക്കോർഡിംഗ് ടു Bragg's law, എന്താണ്? എക്സ്റേസ് എന്ത് ചെയ്യാം? ക്രിസ്റ്റൽസിൽ ഡിഫ്രാക്ട് ചെയ്യാം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2D sin theta is equal to n lambda. ഡിഫ്രാക്ഷന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? 2D sin theta is equal to n lambda എന്നായിരിക്കും. അതായത് ഇവിടെ D എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രിസ്റ്റൽ പ്ലെയിൻസിന്റെ സ്പേസിംഗ് ആണ് കേട്ടോ. ക്രിസ്റ്റൽ പ്ലെയിൻസിന്റെ ഇടയിലുള്ള സ്പേസിംഗ് ആണ് സ്മോൾ d എന്ന് പറയുന്നത്. n ഇസ് ദ ഇൻഡിജേഴ്സ്. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ലോ പറയാം. ഏത് ലോയെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ബ്രാഗ്സ് ലോ. X-ray spectrum. The energy spectrum of X-rays is a line spectrum containing following series. എക്സ്റേ സ്പെക്ട്രത്തിനെയാണ് നമ്മൾ എന്ത് പറയാം? ലൈൻ സ്പെക്ട്രം എന്ന് പറയാം. ഏതൊക്കെ ലൈൻ സ്പെക്ട്രം, ഏതൊക്കെ സീരീസ് ആണ്? K സീരീസ് ഉണ്ട്, L സീരീസ് ഉണ്ട്, M സീരീസ് ഉണ്ട്. ഓക്കെ, K സീരീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വെൻ ഇലക്ട്രോൺസ് ഓഫ് എനി ഹയർ ഓർബിറ്റ്, അതായത് n is equal to 2, 3, 4 എന്ന് പറയുന്ന ഓർബിറ്റിൽ നിന്നും ഇലക്ട്രോൺസ് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പെക്ട്രമാണ് നമ്മൾ എന്ത് പറയുന്നത്? K സീരീസ് എന്ന് പറയുന്നത്. ഇനി L സീരീസ് ആണെങ്കിൽ n is equal to 3, 4, 5, 3 തൊട്ട് 2 വരെ, 3യിൽ നിന്ന് 2യിലേക്കോ 4ൽ നിന്ന് 2യിലേക്കോ 5ൽ നിന്ന് 2യിലേക്കോ ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സീരീസ് ആണ് L സീരീസ് ഓഫ് എക്സ്റേസ് എന്ന് പറയുന്നത്. ഈ M സീരീസ് എന്ന് പറയുമ്പോഴേക്കും എന്ത് വരും? M സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n is equal to 4, 5, 6 തൊട്ട് 3യിലേക്കുള്ള ജമ്പിങ് ആണ്. First lines of these series are K alpha, L alpha, M alpha, and the second lines of these series are K beta, L beta, M beta എന്നറിയപ്പെടുന്നത്. Okay.